കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ച കേരളത്തിലെ നേതാക്കളുമായുള്ള യോഗം അവസാനിച്ചു. നേതൃമാറ്റം ചർച്ചയായില്ലെന്നും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്തെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറഞ്ഞു. പാർട്ടിയിൽ ഐക്യമില്ലെന്ന റിപ്പോർട്ട് നേതൃത്വം തള്ളി. കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്നും മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയുവാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ടാകില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിയിൽ അച്ചടക്കം ശക്തമാക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളം ഞങ്ങൾ തട്ടിയെടുക്കുമെന്നായിരുന്നു K. സുധാകരന്റെ പ്രതികരണം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ തന്നെയായിരിക്കുമോ PCC അധ്യക്ഷൻ? അതിലൊന്ന് ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സമ്പൂർണമായ ഐക്യം, ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോവുകയാണ്. ഒരു KC വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ, സംഘടനാ ജനറൽ സെക്രട്ടറി, കളക്റ്റീവ് ലീഡർഷിപ്പ്, അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. മറ്റു കാര്യങ്ങൾ, പാർട്ടി പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളൊക്കെ മറിച്ച് ചെയ്യുന്നവർക്കെല്ലാം ശക്തമായ നടപടി ഉണ്ടാവുമോ എന്ന് വളരെ വ്യക്തമായി തന്നെ ദീപദാസ് മുൻഷി പറഞ്ഞല്ലോ. ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. There is a local body election and followed by the assembly election. How should we go in that election? What will be our strategy? What will be our roadmap? All the members have spoken, and we got a clear indication from our High Command that Congress is very much connected with the public, with the people of Kerala. Emotionally, politically, people are looking for a change. കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യമുണ്ടാകാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയത്. നേതാക്കന്മാർ അതെല്ലാവരും വളരെ ശിരസാ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ജനവിരുദ്ധമായൊരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ താഴെയിറക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് വരുന്ന ഒരു വർഷക്കാലം ഓരോ കോൺഗ്രസുകാരനെയും നയിക്കുക എന്നുള്ള പൊതു തീരുമാനത്തോടുകൂടി പോവുകയാണ്. വരും നാളുകളിൽ LDFന്റെ ദുർഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് കോൺഗ്രസിനെയും UDFനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നേതാക്കളെല്ലാവരും അവരെല്ലാവരും സമർപ്പിത ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് പിരിയുന്ന മീറ്റിംഗ് ആയിരിക്കും. കേരളം ഞങ്ങൾ തട്ടിയെടുക്കും. കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും. അതിലുള്ള പ്രതിജ്ഞയെടുത്താണ് നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം വരാൻ പോകുന്നു. അതിന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ നേരിട്ട് കൊച്ചു കേരളം UDFന്റെ കയ്യിലേക്ക് ഞങ്ങൾ എത്തിക്കും. വിവരങ്ങളുമായി D. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത് എന്നാണ് ദീപദാസ് മുൻഷി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണോ അവർ വ്യക്തമാക്കിയത്? ഇപ്പോൾ പ്രധാനമായും നേതൃമാറ്റം ഉൾപ്പെടെയുള്ള സംഭവങ്ങളോ ആ തരത്തിലുള്ള ചർച്ചകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. പക്ഷേ അതിനുശേഷം ഈ പുറത്തുവരുന്ന പല വാർത്തകളും K. സുധാകരൻ വൈകാരികമായി പ്രതികരിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെതിരെ ഒരു ഫോണിൽ സംസാരിക്കുമ്പോൾ K. സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ അങ്ങനെ ആ തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല, കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു കൂടിയാലോചനകളായിരുന്നു നടത്തിയിരുന്നത്. കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതിനൊരു കർശനമായ ഒരു ചട്ടക്കൂടില്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നൊരു നിലപാട് തന്നെയാണ് ശക്തമായി സ്വീകരിച്ചത്. മാത്രമല്ല, കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി തയ്യാറെടുപ്പോടുകൂടി തന്നെ നേരിട്ട പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതായത് ഹരിയാനയിലെ തിരിച്ചടിയും അതേപോലെ തന്നെ സംഭവിച്ചതാണ് മറ്റൊന്ന് മഹാരാഷ്ട്രയിലും. ഈ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസ് ശക്തമായ സംഘടനാ സംവിധാനം ഉള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകരുത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ പോലും കൃത്യമായ ഒരു ആസൂത്രണവും കൃത്യമായി ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർ മാത്രം സംസാരിച്ചാൽ മതി. അല്ലാത്ത പക്ഷം ഈ പാർട്ടി ലൈനിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്.
ധനസുമോദ്, ഒരുമയോടെ പോകും അല്ലെങ്കിൽ ഒരുമയോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോഴും ഈ മുല്ലപ്പള്ളിയും മുരളീധരനും അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും വിമർശനങ്ങളോ കാര്യങ്ങളോ യോഗത്തിൽ ഉണ്ടായോ? വ്യാപകമായും ഉണ്ടായിരുന്നത് ഈ രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നായിരുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു കോളിളക്കം ഈ യോഗത്തിനിടയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ശശി തരൂർ സംസാരിച്ച ഒരു വിഷയം, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി പോലും ഒരു 100 പേർ കൂടിയിരുന്ന് സംസാരിക്കുന്നത് മാത്രമാണ്, കൃത്യമായ ഒരു പ്രവർത്തനമൊന്നും അതിനുള്ളിൽ വരുന്നില്ല എന്നുള്ള ശശി തരൂരിന്റെ ശക്തമായ വിമർശനം. ഇതുകൂടാതെ ഈ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ, അതും മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ളവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്, മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും വിട്ടുനിന്നത് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും ഈ നേതാക്കന്മാർ പുറത്തിറങ്ങിയതിനു ശേഷം അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പാർട്ടി അച്ചടക്കത്തോടെ മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കിയായിരുന്നു ചെയ്തത്. ഇനി ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്, വാർ റൂം എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അതിനുവേണ്ടി എത്രക്ക സംഘങ്ങളാണ് ഉണ്ടാക്കേണ്ടത്, ഓരോ ജില്ലയ്ക്കും ഏതൊക്കെ തരത്തിലുള്ള നേതാക്കന്മാരുടെ ചുമതലകളാണ് വരേണ്ടി വരുന്നത്, MP-മാർ ഇതിനകത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും വഹിക്കേണ്ട പങ്ക് എന്തായിരിക്കും എന്നുള്ള ഒരു മാർഗനിർദ്ദേശം അതിന്റെ ഒരു പിന്നീട് പുറത്തിറക്കും എന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചകളാണ് നടന്നതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. ശരി, ഹൈക്കമാൻഡ് വിളിച്ച കേരളത്തിലെ നേതാക്കളുടെ യോഗം അവസാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മാത്രമാണ് ചർച്ചയായിട്ടുള്ളത്. നേതൃമാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ യോഗത്തിൽ ചർച്ചയായില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്ന വിവരങ്ങൾ നൽകിയത്. ധനസുമോദായിരുന്നു.